Dear students, welcome to Cooperative Law class. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് liquidation procedure. അതിൽ ഫസ്റ്റ് പോയിന്റ്, the appointment of the liquidator is to be notified by the registrar on the official gazette. അതായത് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന വിവരം രജിസ്ട്രാർ ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിരിക്കണം. 2. It insists that as soon as the order of winding up take effect, the liquidator is to publish a notice requiring all claims against the society to be submitted within 2 months from the date of publication. അതായത് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ കിട്ടിയതിന് ശേഷം ലിക്വിഡേറ്റർ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നു. ആ നോട്ടീസിൽ പറഞ്ഞേക്കുന്നത് ഈ സൊസൈറ്റിക്കെതിരെ എന്തൊക്കെ ക്ലെയിംസ് ഉണ്ടോ അതൊക്കെ 2 മാസത്തിനകം ലിക്വിഡേറ്റർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. അടുത്ത് പറയുന്നത്, all liabilities recorded in the books of society shall be deemed to have duly submitted to him. ഇതിനോടൊപ്പം സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് റെക്കോർഡിലുള്ള എല്ലാ ലൈബിലിറ്റീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ലിക്വിഡേറ്റർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. അടുത്ത പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് ദി ലിക്വിഡേറ്റർ ഷാൽ ഫസ്റ്റ് സെറ്റിൽ ദി അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ദി സൊസൈറ്റി ഹാസ് സ്റ്റുഡ് ഓൺ ദി ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ്. He will then proceed to determine the contribution to be made by each of its members, past members, the estate of nominees, heirs, legal representatives, etc. ഇതിൽ പറയുന്നത് സൊസൈറ്റി വൈൻഡ് അപ്പ് ആകുന്ന ദിവസത്തിൽ തന്നെ ലിക്വിഡേറ്റർ ആ സൊസൈറ്റിയുടെ അസറ്റും ലൈബിലിറ്റീസൊക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷം ഓരോ മെമ്പേഴ്സിനും പാസ്റ്റ് മെമ്പേഴ്സിനും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെയുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് തീരുമാനിക്കുന്നു. അടുത്ത പോയിന്റ്, ദ ലിക്വിഡേറ്റർ ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് ടു ദി രജിസ്ട്രാർ ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് പ്രൊഫോമ ക്വാർട്ടർലി പ്രോഗ്രസ് റിപ്പോർട്ട് സ്റ്റേറ്റിംഗ് ദി പ്രോഗ്രസ് മെയ്ഡ് ഓൺ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി സൊസൈറ്റി. അതായത് ഈ ലിക്വിഡേറ്റർ രജിസ്ട്രാർക്ക് വൈൻഡിങ് അപ്പ് ഒക്കെ എത്രയായി എന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. The liquidator shall deposit all funds in his charge in the post office savings bank or in the financing bank or in any other bank as approved by the registrar. ലിക്വിഡേറ്റർ ഈ സൊസൈറ്റിയുടെ എല്ലാ ഫണ്ട്സ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്കിലോ രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത ഏതെങ്കിലും ഒരു ബാങ്കിലോ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. Next point, it provides that the registrar shall fix the amount of remuneration, if any, to the liquidator or to the charge to be paid to government to meet the cost of the liquidation. The charges are to be met from the assets of the society in priority to all other claims. ഇതിൽ പറയുന്നത് രജിസ്ട്രാർ ലിക്വിഡേറ്റർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എത്രയാണെന്ന് ഫിക്സ് ചെയ്തിരിക്കണം. പിന്നെ എന്തെങ്കിലും ചാർജസ് ലിക്വിഡേഷൻ ചാർജസ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ സൊസൈറ്റിയുടെ അസറ്റിൽ നിന്നായിരിക്കും പേ ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ഇറ്റ് ഗീവ്സ് പവേഴ്സ് ടു ദി ലിക്വിഡേറ്റർ ടു കോൾ ഫോർ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സിൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാനുള്ള അധികാരവും ലിക്വിഡേറ്റർക്കുണ്ട്. Next point, it provides that in the general body meeting, the liquidator shall summarize the proceedings and take decision regarding utilization of the surplus funds. ഇതിൽ പറയുന്നത് ലിക്വിഡേറ്റർ ആ ജനറൽ ബോഡി മീറ്റിങ്ങിൽ സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ് ഒക്കെ എത്രത്തോളം ആയി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും പിന്നെ അതിൻ്റെ സർപ്ലസ് ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഡിസിഷനൊക്കെയാണ് ലിക്വിഡേറ്റർ ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൽ എടുക്കുന്നത്. Last point, the undischarged liabilities, if any, is to be deposited in the financing bank for giving it to the claimant on future date. അൺഡിസ്ചാർജ്ഡ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കൊടുത്തു തീർക്കാത്ത ലൈബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫണ്ട് ലിക്വിഡേറ്റർ ഫിനാൻസിങ് ബാങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഫ്യൂച്ചർ ഡേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതാണ് ലിക്വിഡേഷൻ പ്രൊസീജിയർ.